ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ M50 Mark II സ്ലോ മോഷൻ എങ്ങനെ എടുക്കാം, സ്ലോ മോഷൻ എടുക്കുന്ന സെറ്റിങ്സ് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്യാമറ ആദ്യം വീഡിയോ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. വീഡിയോ മോഡ് ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. അതിനകത്ത് ചൂസ് മോഡ് സെലക്ട് ചെയ്യുക. മോഡ് ചൂസ് കഴിയുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക് ഉണ്ടാവും, മാനുവൽ മോഡ് ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, മാനുവലി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നോർമൽ സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ആ സ്ക്രീനിൽ നമുക്ക് എക്സ്പോഷർ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓട്ടോയിലായതുകൊണ്ട് എക്സ്പോഷർ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ്നസ് കുറക്കാം, കൂട്ടിക്കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂട്ടാം. അപ്പോൾ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ബ്രൈറ്റ്നസ് ആയിരിക്കും വരുന്നത്. ഇനി ഹൈ ഫ്രെയിം റേറ്റിലേക്ക് മാറാൻ വേണ്ടി മെനു പ്രസ് ചെയ്യുക. മെനു പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മൂവി റെക്കോർഡിംഗ് ക്വാളിറ്റി ഉണ്ടാവും. അതിൻ്റെ താഴെ തന്നെ ഹൈ ഫ്രെയിം റേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ഡിസേബിൾ ആയിരിക്കും. അത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക്കലി സ്ലോ മോഷൻ മോഡിലേക്ക് മാറും. അപ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക് സ്ലോ മോഷൻ മോഡിലേക്ക് മാറി കഴിയുമ്പോൾ ഇവിടെ H എന്ന് പറഞ്ഞ് വരും. അതിനാണ് ഹൈ ഫ്രെയിം റേറ്റ് എനേബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഹൈ ഫ്രെയിം റേറ്റ് ഇടുമ്പോൾ സ്ലോ മോഷനിൽ ഇടാൻ നേരത്ത് നമ്മുടെ ഡുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ്, ഫേസ് പ്ലസ് ഐ ട്രാക്കിംഗ് ഒന്നും നമ്മൾ M50 വർക്ക് ചെയ്യത്തില്ല. നമ്മൾ എടുക്കുന്നതിന് മുന്നേ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ ടച്ച് ചെയ്യുക, എന്നിട്ട് ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഫോക്കസ് ആവും. എന്നിട്ട് വേണം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓട്ടോമാറ്റിക്കലി വീഡിയോ ട്രാക്ക് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യത്തില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.